കൃപാസനം പത്രം ജൂലൈ 2026 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ജിമ്മി വർഗീസ് ജോസിന്റെ സാക്ഷ്യം. സാക്ഷ്യജീവിതം നയിക്കാൻ റെഡിയാണോ? അനുഗ്രഹം നമ്മെ കാത്തിരിപ്പുണ്ട്. 2024 കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്താണ് ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നിമിഷം തന്നെ എനിക്ക് 10 വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം മാറിക്കിട്ടി. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കെപ്പോഴും ഉറക്കം വരുമായിരുന്നു. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ഒട്ടും താല്പര്യം തോന്നാറില്ലായിരുന്നു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാൻ തുടങ്ങി. ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. കൂടാതെ എനിക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ സർജറി വേണമെന്നും കണ്ണ് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ ഞാൻ ബസ്സിലിരുന്ന് മൊബൈലിൽ ബൈബിൾ വാക്യം നോക്കുന്ന സമയത്ത് ഒരു പ്രാവ് പറന്നിറങ്ങി വന്നു. അതിനുശേഷം എൻ്റെ ടെൻഷൻ പൂർണ്ണമായും മാറിക്കിട്ടി. പത്തനംതിട്ടയിൽ നിന്നുള്ള അഖിലയുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ മാതാവ് എന്നെ പൊതിഞ്ഞു പിടിച്ച സാക്ഷ്യമാണിത്. ഞാൻ പ്രഗ്നന്റ് ആയി 7ാം മാസത്തെ സ്കാനിങ്ങിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടി കുഞ്ഞിന്റെ ലങ്സിൽ വെള്ളം കയറി ബ്ലീഡിംഗ് ആയി കുഞ്ഞ് മരിച്ച് നോർമൽ ഡെലിവറി നടന്നു. സ്കാനിങ്ങിന് പോകുമ്പോൾ ഞാൻ വാഷ്റൂമിൽ കയറി കരഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ കാതിൽ ഒരു വചനം തന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ എന്ന വചനം. അതോടുകൂടി ഞാൻ സ്ട്രോങ് ആയി. അതോടൊപ്പം എനിക്ക് കാലിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അസുഖം വന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെന്നറിഞ്ഞു. ഈ അസുഖമുള്ളതിനാൽ നോർമലി കൺസീവ് ആകുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നോർമൽ ഡെലിവറിയിലൂടെ ഒരു കുഞ്ഞിനെ ലഭിച്ചു. ആലപ്പുഴയിൽ നിന്നുള്ള സൗമ്യ ബൈജുവിന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ കൈവയ്പ് പ്രാർത്ഥന വഴി കിട്ടിയ ഞെട്ടിക്കുന്ന സൗഖ്യം. എൻ്റെ മകന് കടുത്ത പനി വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ മകന് മെനിഞ്ചൈറ്റിസിന്റെ ആരംഭമാണെന്ന് പറഞ്ഞ് ICUവിൽ അഡ്മിറ്റാക്കി. എന്ത് വൈറസാണ് മകനെ ബാധിച്ചതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ഞാൻ മകന് പനി കൂടിയപ്പോൾ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ചേച്ചി കരയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് ചേച്ചിയുടെ കുഞ്ഞിനെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ 5000 രൂപ വെച്ച് തന്നു. പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്ന് ICUവിൽ കയറിയപ്പോൾ മകൻ എന്നെ മമ്മി എന്ന് വിളിച്ചു. അതിനുശേഷം ഏത് വൈറസാണ് കയറിയതെന്ന് തിരിച്ചറിഞ്ഞ് മരുന്ന് ചെയ്യാൻ സാധിച്ചു. മകന് സൗഖ്യം ലഭിച്ചു. കൊല്ലം പത്തനാപുരത്ത് നിന്നുള്ള ബിന്ദുവിന്റെ സാക്ഷ്യം. ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ച കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സഞ്ചാരി മാതാവ് വീട്ടിൽ വന്നു. ഒഴിഞ്ഞ ഉടമ്പടി തൈലത്തിന്റെ കുപ്പി നിറഞ്ഞിരിക്കുന്നതായി ഞാൻ കണ്ടു. 1.5 വയസ്സുള്ള എൻ്റെ മകന് വിട്ടുമാറാത്ത പനി വന്ന് ഡോക്ടറെ കണ്ട് വിശദമായ പരിശോധനകൾക്ക് ശേഷം RCCയിലേക്ക് അഡ്മിറ്റ് ചെയ്തു. 1 മാസത്തെ കീമോയ്ക്ക് ശേഷം മകന് പാൻക്രിയാസിൽ ഇൻഫെക്ഷനായി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എൻ്റെ ചേച്ചി കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ അയച്ചു തരികയും അത് കണ്ട ശേഷം മകൻ എഴുന്നേറ്റിരിക്കാനും തുടങ്ങി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ മകന് കൊടുത്തു. ഉടമ്പടി തൈലം മകന്റെ ദേഹം മുഴുവൻ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനാൽ ഉടമ്പടി തൈലം പെട്ടെന്ന് തീർന്നുപോയി. മകനുമായി ഹോസ്പിറ്റലിൽ നടക്കുന്നതിനാൽ പുതുക്കാൻ വരാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി തിരികെ വീട്ടിൽ വന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ നോക്കുമ്പോൾ ഉടമ്പടി തൈലം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് വീട്ടിലെത്തി. അന്ന് പരിശുദ്ധ അമ്മ എൻ്റെ മകന്റെ അടുത്തേക്ക് പോകുന്നതായി കണ്ടു. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഇനി മരുന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. മകന് സൗഖ്യം ലഭിച്ചു. തോപ്പുംപടിയിൽ നിന്നുള്ള ഷീബ ആൻഡ്രുവിന്റെ സാക്ഷ്യം. 36 വർഷത്തെ ദുരിതത്തിന് ഉടമ്പടിയെടുത്ത ദിവസം തന്നെ തീരുമാനമുണ്ടായി. ഞാൻ 36 വർഷമായി ജോയിന്റ് പെയിൻ മൂലം വളരെയധികം ക്ലേശിക്കുകയായിരുന്നു. ഒരു ദിവസം പോലും മരുന്ന് മുടക്കാൻ സാധിക്കില്ലായിരുന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ മരുന്നുകളും പരീക്ഷിച്ചുവെങ്കിലും അസുഖത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ വെച്ച് ഒരാൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ എല്ലാ പ്രയാസവും മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്ത ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വീട്ടിൽ ചെന്നപ്പോഴും അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു.
ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. 90 ദിവസത്തിനുള്ളിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മരുന്നുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കൂടാതെ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷൻ എടുക്കാനുള്ള തടസ്സവും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. എറണാകുളം പുത്തൻ വീട്ടിൽ നിന്നുള്ള ലസിതയുടെ സാക്ഷ്യം. 8 വർഷത്തെ കാത്തിരിപ്പ്, ഒടുവിൽ ഒരേ വീട്ടിൽ 2 ആൺകുഞ്ഞുങ്ങൾ. എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും ഭാര്യ പ്രഗ്നന്റ് ആയില്ല. മകൾ 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും ഗർഭപാത്രത്തിന് കട്ടി കുറവായിരുന്നതിനാൽ 5.5 മാസമായപ്പോൾ 2 പ്രാവശ്യവും അബോർഷനായി. മരുന്നുകൾ കഴിച്ചിട്ടൊന്നും ഫലമുണ്ടായില്ല. പിന്നെ ഞങ്ങൾക്കൊരു കൃപാസനം പത്രം കിട്ടുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം എൻ്റെ മകളും, രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ ശേഷം മകന്റെ ഭാര്യയും പ്രഗ്നന്റ് ആയി. മകൾ പ്രഗ്നന്റ് ആയ ശേഷം ബെഡ് റെസ്റ്റ് പറഞ്ഞു. 5.5 മാസമായപ്പോൾ ഞങ്ങൾ വളരെയധികം ഭയപ്പെട്ടു. ഞാൻ മകളുടെ ഫോട്ടോയുമായി വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മകളുടെ ഫോട്ടോയിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ മകൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ മകന്റെ ഭാര്യയ്ക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. തൃശൂർ ഒല്ലൂരിൽ നിന്നുള്ള ശില്പയുടെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ സിംഗപ്പൂരിൽ വന്നത് എനിക്ക് വേണ്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അക്കൗണ്ടന്റ് പോസ്റ്റിൽ നിന്ന് ക്യാബിൻ ക്രൂ പോസ്റ്റിലേക്ക്. ഞാൻ ബികോം പാസ്സായ ശേഷം ക്യാമ്പസ് സെലക്ഷൻ വഴി ഇൻഫോ പാർക്കിൽ അക്കൗണ്ടന്റായി ജോലി ലഭിച്ചു. എനിക്ക് ചെറുപ്പം മുതൽ ക്യാബിൻ ക്രൂ ആകണമെന്ന വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം പെട്ടെന്ന് ഓൺലൈൻ വഴി ക്യാബിൻ ക്രൂവിന്റെ ഒരു റിക്രൂട്ട്മെന്റ് കാണുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ആദ്യത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി. രണ്ടാമത് ഡൽഹിയിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ആ ഇന്റർവ്യൂവും പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂരിൽ ട്രെയിനിങ്ങിന് പോയി. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2-3 എക്സാമിന് ഞാൻ തോറ്റു. ഞാൻ റീബാച്ച് ആകേണ്ടി വന്നു. പിന്നെ ഒരു ഇൻഫർമേഷനും ഇല്ല. ആ സമയം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സിംഗപ്പൂരിൽ ധ്യാനിപ്പിക്കാൻ വരികയും അച്ഛൻ്റെ പ്രാർത്ഥന ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം 7 എന്ന നമ്പറിൽ എനിക്ക് പുതിയ ബാച്ച് കിട്ടുകയും എക്സാം പാസ്സായി ക്യാബിൻ ക്രൂ ജോലി ലഭിക്കുകയും ചെയ്തു. എറണാകുളത്ത് നിന്നുള്ള സിന്ധുവിൻ്റെ സാക്ഷ്യം. എനിക്ക് സ്വന്തമായി വീടുമില്ല, സ്ഥലവുമില്ല. ഉടമ്പടിയിൽ മാതാവ് എനിക്കെല്ലാം തന്നു. എനിക്ക് സ്വന്തമായി വീടും സ്ഥലവുമില്ലായിരുന്നു. ഞാനൊരു ട്രസ്റ്റിൽ ഒരു വീടിനു വേണ്ടി അപേക്ഷ കൊടുത്തുവെങ്കിലും വർഷങ്ങളോളം അത് പാസ്സാകാതെ കിടക്കുകയായിരുന്നു. കൃപാസനം പത്രത്തിലൂടെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം മാതാവ് എനിക്ക് വേണ്ടി ഒരാളെ നിയോഗിക്കുകയും അദ്ദേഹം 4.5 സെന്റ് സ്ഥലം എനിക്ക് ഫ്രീ ആയി നൽകുകയും ചെയ്തു. ആ സ്ഥലത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അന്നുവരെ എൻ്റെ അപേക്ഷ റിജക്റ്റ് ചെയ്തിരുന്ന ട്രസ്റ്റ് എനിക്കത് പാസ്സാക്കി തരികയും നല്ലൊരു ഭവനം പണിയാനും സാധിച്ചു. അവിടെ വെള്ളം ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറിക്കിട്ടി. ബാംഗ്ലൂരിൽ നിന്നുള്ള പ്രിജി ശ്രീകുമാറിന്റെ സാക്ഷ്യം. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയെക്കുറിച്ച് ജോസഫ് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ആ ദൈവിക സന്ദേശം വന്നു. എൻ്റെ അമ്മ വീണ് ഡോക്ടറെ കണ്ടപ്പോൾ നടുവിന് പൊട്ടലുണ്ടെന്നും യാത്ര ചെയ്യരുതെന്നും ബെഡ് റെസ്റ്റ് വേണമെന്നും ഡോക്ടർ പറഞ്ഞു. അമ്മയ്ക്ക് വേദന മൂലം രാത്രി ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായി. BP വേരിയേഷൻ വരാൻ തുടങ്ങി. BPക്കുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ടും നോർമൽ ആകുന്നില്ലായിരുന്നു. ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനിങ്ങും MRIയും പറഞ്ഞു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ലിവറിൽ ക്യാൻസർ ആണെന്നും 2nd സ്റ്റേജ് ആണെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ശരീരത്തിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഈശോ സുഖപ്പെടുത്തുകയാണെന്ന് അച്ഛൻ സന്ദേശം പറഞ്ഞു. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കോട്ടയം പാലായിൽ നിന്നുള്ള ബിനോയുടെ സാക്ഷ്യം. 54-ാം വയസ്സിൽ വിവാഹം നടന്ന ഉടമ്പടി സാക്ഷ്യമാണിത്. എനിക്ക് 24-ാമത്തെ വയസ്സ് മുതൽ ഒരുപാട് വിവാഹാലോചനകൾ വന്നെങ്കിലും ഒന്നും ശരിയായില്ല. ഒന്നും ശരിയാകാതെ വന്നപ്പോൾ ഇനി വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. പിന്നെ മദ്യത്തിനും പുകവലിക്കും അടിമയായി. വീട്ടിലും സഹോദരങ്ങളുമായി വഴക്കിലായി. എന്ത് ജോലി ചെയ്താലും ഒരു മേൽഗതിയില്ലാത്ത അവസ്ഥയായി.
2024 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ വീട്ടുകാർക്കുണ്ടായിരുന്ന എതിർപ്പ് മാറിക്കിട്ടുകയും 54-ാം വയസ്സിൽ എൻ്റെ വിവാഹം നടക്കുകയും സഹോദരങ്ങളുമായി രമ്യതയിലാവുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നുള്ള ഉണ്ണിക്കണ്ണന്റെ സാക്ഷ്യം. മാനുഷിക വഴികൾ അടയുമ്പോൾ നമ്മൾ തേടേണ്ട ഒരു വഴിയാണ് ഉടമ്പടി. ഞാൻ 5 വർഷമായി ഒരു കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ എനിക്ക് ഒരു ഉയർച്ചയും ഉണ്ടായില്ല. എനിക്ക് ശേഷം വന്ന ആളെ പ്രൊമോഷനാക്കി സൂപ്പർവൈസർ ആക്കി. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നതിന്റെ തലേ ദിവസം വേറൊരു കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ വരികയും അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ എൻ്റെ മകൾക്ക് എപ്പോഴും പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി മകൾക്ക് 2 വർഷമായി യാതൊരു കുഴപ്പവുമില്ല. ചേർത്തലയിൽ നിന്നുള്ള അക്വിൻ ആന്റണിയുടെ സാക്ഷ്യം. ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ നോട്ട് ബൈ മെറിറ്റിൽ നടന്ന അത്ഭുതം. ഞാൻ 2022-24 വർഷങ്ങളിൽ BEd പാസ്സായതാണ്. അതിനുശേഷം ഞാൻ 5 പ്രാവശ്യം കേട്ടറ്റ് എക്സാം എഴുതിയിട്ടും പാസ്സായില്ല. 2025 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതിയതിന്റെ ഫലമായി 4th അറ്റംപ്റ്റിൽ എനിക്ക് കേട്ടറ്റ് കാറ്റഗറി 2 പാസ്സാകാൻ സാധിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ കാറ്റഗറി 3 പാസ്സായി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഞാൻ പാസ്സായത്. കൂടാതെ ഒരു കാർ വാങ്ങാൻ സാധിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ഒരു കാർ വാങ്ങാൻ സാധിച്ചു. ഉടമ്പടിയിലൂടെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരികയും കൂട്ടുകാരെ കൃപാസനത്തിൽ കൊണ്ടുവരാനും സാധിച്ചു.